ഹായ് ലേണേഴ്സ്, I+ ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സെറ്റ് പേപ്പർ 2 ഹിസ്റ്ററിയുടെ PYQ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 1 ഡിസ്കഷൻ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പാർട്ട് സെക്കൻഡിലേക്ക് പോവാം. 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്നത്തെ ഡിസ്കഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തത്വബോധിനി സഭ വാസ് ഫൗണ്ടഡ് ബൈ ഹൂം? ആരാണ് തത്വബോധിനി സഭ ഫൗണ്ട് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഡെറോസിയോ, ദേബേന്ദ്രനാഥ് ടാഗോർ, MG റാനഡെ, കേശബ് ചന്ദ്ര സെൻ. സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സിന്റെ ഭാഗമായിട്ട്, ഇന്ത്യയിലെ സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സിന്റെ ഭാഗമായിട്ട് ഫൗണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ആണ് തത്വബോധിനി സഭ. ഒരു റാഷണൽ ഔട്ട്ലുക്കോട് കൂടിയിട്ട് ഇന്ത്യൻ പാസ്റ്റിനെ സിസ്റ്റമാറ്റിക്കലി സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആരാണ് ഇതിന്റെ ഫൗണ്ടർ എന്ന് നമുക്ക് നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ദേബേന്ദ്രനാഥ ടാഗോർ ആണ്. തത്വബോധിനി സഭ ഫൗണ്ട് ചെയ്യുന്നത് 1839 ഒക്ടോബർ 6 ഇനീഷ്യലി ഇതിന്റെ പേര് വരുന്നത് തത്വരഞ്ജിനി സഭ എന്നായിരുന്നു. പിന്നീട് തത്വബോധിനി സഭ, അതായത് ട്രൂത്ത് സീക്കർ എന്ന വേർഡ് മീനിങ് വരുന്ന തത്വബോധിനി സഭ എന്നാക്കി റീനെയിം ചെയ്യപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തത്വബോധിനി സഭയുടെ മോട്ടീവ് വരുന്നത് ഇന്ത്യൻ പാസ്റ്റിനെ കുറിച്ചിട്ട് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി എന്നതാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു റാഷണൽ സ്റ്റഡി ആണെന്നുള്ളത്. അതായത് തത്വബോധിനി സഭ to promote a rational and a humanistic form of Hinduism based on Vedanta and the Upanishad. അപ്പോൾ ഇന്ത്യയെ കുറിച്ചിട്ടുള്ള, ഇന്ത്യയുടെ പാസ്റ്റിനെ കുറിച്ചിട്ട് ഒരു ഹിന്ദുയിസത്തിന്റെ ബേസിൽ വേദാന്തത്തെയും അതുപോലെ തന്നെ ഉപനിഷത്തിനെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് ഒരു ഹിന്ദുയിസത്തിന്റെ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ് ഈ തത്വബോധിനി സഭ മുന്നോട്ട് വയ്ക്കുന്നത്. തത്വബോധിനി സഭ എന്ന ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൽക്കട്ടയിലാണ്. ബ്രഹ്മസമാജത്തിന്റെ, അതായത് 1828 രാജാറാം മോഹൻ റോയ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ബ്രഹ്മസമാജത്തിന്റെ ഒരു ഫാക്ഷൻ ഗ്രൂപ്പാണ് ഈ ഒരു തത്വബോധിനി സഭ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യന്റെ അതർ അഡീഷണൽ ഇൻഫോർമേഷൻസ് നോക്കാം. അതായത് 4 ഓപ്ഷൻസിൽ 4 വ്യക്തികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ 4 വ്യക്തികളെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്കൊന്ന് അറിയാം. ഫസ്റ്റ് പറയുന്നത് ഡെറേസിയോ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഹെൻറി ലൂയിസ് വിവിയൻ ഡെറേസിയോ എന്നാണ്. ഒരു ഇന്തോ ആംഗ്ലിയൻ പോയറ്റും ടീച്ചറും കൂടിയായിരുന്നു ഇദ്ദേഹം. യങ് ബംഗാൾ എന്നറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി, അതായത് യങ് ബംഗാൾ എന്നതിലൂടെ പ്രശസ്തി ആർജിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മൂവ്മെന്റ് ആണ് യങ് ബംഗാൾ മൂവ്മെന്റ്. സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന റിലീജിയസ് ഈവിൾസിനെതിരെ അല്ലെങ്കിൽ സോഷ്യോ റിലീജിയസ് കസ്റ്റംസിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തില് യങ് ബംഗാൾ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഇവർ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് ടു ഇന്ത്യ, മൈ നേറ്റീവ് ലാൻഡ് ആൻഡ് ദ ഫക്കീർ ഓഫ് ജംഗീറ. യങ് ബംഗാൾ മൂവ്മെന്റ് ഫ്രഞ്ച് റെവല്യൂഷനിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് പറയുന്നത് ദേബേന്ദ്രനാഥ ടാഗോർ, പ്രശസ്ത ബംഗാളി സാഹിത്യകാരനും അതുപോലെ തന്നെ ബ്രഹ്മസമാജത്തിലെ ഒരു പ്രവർത്തകനും കൂടിയായിരുന്നു മഹർഷി ദേവേന്ദ്രനാഥ് എന്നറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന ദേവേന്ദ്രനാഥ് ടാഗോർ. ഇദ്ദേഹത്തിന്റെ 14ാമത്തെ മകനാണ് രവീന്ദ്രനാഥ ടാഗോർ. ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ ആണ് ദ ഇന്ത്യൻ മിറർ. 1862 കൽക്കട്ടയിൽ വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1862 തുടക്ക കാലഘട്ടങ്ങളിൽ ഇംഗ്ലീഷ് ഭാഷയിലാണ് ഈ ഒരു ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് പറയുന്നത് MG റാനഡെ. മഹാദേവ ഗോവിന്ദ റാനഡെ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. INCയുടെ, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫൗണ്ടിംഗ് മെമ്പേഴ്സിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. ചൈൽഡ് മാരേജിനെതിരെയും അതുപോലെ തന്നെ കാസ്റ്റ് സിസ്റ്റത്തിനെതിരെയും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. അതുപോലെ വിഡോ റീമാരേജ് പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ വിമൻ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാനും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം. ഇന്ദു പ്രകാശ് എന്ന ഒരു ബോംബെ ആംഗ്ലോ മറാത്തി ഡെയിലി ന്യൂസ് പേപ്പറിന്റെ എഡിറ്റർ കൂടിയായിരുന്നു ഇദ്ദേഹം. നെക്സ്റ്റ് പറയുന്നത് കേശബ് ചന്ദ്ര സെൻ. ഒരു ന്യൂ യൂണിവേഴ്സൽ റിലീജിയൻ ഫൗണ്ട് ചെയ്തിട്ടുള്ള വ്യക്തിയായിരുന്നു ഇദ്ദേഹം. അതായത് നവബിധാൻ, മീനിങ് വരുന്നത് ന്യൂ ഡിസ്പെൻസേഷൻ എന്നാണ്. 1880 ഇത്തരത്തില് ഒരു ന്യൂ യൂണിവേഴ്സൽ റിലീജിയൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് കേശബ് ചന്ദ്ര സെൻ ആണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. 4 ഓതേഴ്സിന്റെ പേരും 4 വർക്കുകളും ആണ് തന്നിട്ടുള്ളത്. അത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അബ്ദുൾ ഖാദർ ബദൗനി, സിയാവുദ്ദീൻ ബരാനി, യഹിയ ബിൻ അഹമ്മദ് സിർഹിന്ദി, അബ്ദുൽ ഹമീദ് ലഹോരി എന്നിവയാണ് 4 ഓതേഴ്സിന്റെ പേരുകൾ. മിഡീവൽ കാലഘട്ടത്തിലുള്ള ഓതേഴ്സ് ആണ്. ദെൻ വർക്കുകളുടെ പേര് താരിഖി ഫിറോസ് ഷാഹി, മുൻതഖബ് അൽ തവാരിഖ്, പാദ്ഷാ നാമ, താരിഖ് മുബാറക് ഷാഹി. ഓക്കെ, അപ്പൊ ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. അത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്കപ്പോൾ ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് അബ്ദുൾ ഖാദർ ബദൗനിയുടെ വർക്ക് മുൻതഖബ് അൽ തവാരിഖ്, അതുപോലെ സിയാവുദ്ദീൻ ബറാനിയുടെ വർക്ക് വരുന്നത് താരിഖി ഫിറോസ് ഷാഹി, യഹിയ ബിൻ അഹമ്മദ് സിർഹിന്ദിയുടെ വർക്ക് വരുന്നത് താരിഖി മുബാറക് ഷാഹി, ദെൻ അബ്ദുൽ ഹമീദ് ലഹോരിയുടെ വർക്ക് വരുന്നത് പാദ്ഷാ നാമ എന്നിങ്ങനെയാണ്. ഓപ്ഷൻസിന്റെ അഡീഷണൽ ഇൻഫർമേഷൻസ് നമുക്കൊന്ന് നോക്കാം. അബ്ദുൾ ഖാദർ ബദൗനിയെ കുറിച്ചിട്ട് ആദ്യം പറയാം. മുഗൾ എംപയറിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ഹിസ്റ്റോറിയനും ഒരു ട്രാൻസ്ലേറ്ററുമായിരുന്നു ഇദ്ദേഹം. അക്ബർ ചക്രവർത്തിയെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് വർക്കുകൾ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അബ്ദുൾ ഖാദർ ബദൗനി. പീറ്റർ ഹാർഡിയുടെ വർക്കുകളിലും അതുപോലെ തന്നെ ഹർബൻസ് മുക്കിയുടെ വർക്കുകളിലാണ് ഇത്തരത്തില് ബദൗനി അക്ബറിനെ വിമർശിച്ചുകൊണ്ട് ഒരു ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് വർക്കുകൾ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് പറയുന്നത്. രാമായണ എന്ന വർക്ക് പേർഷ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബദൗനിയാണ്. ഇനി ഇദ്ദേഹത്തിന്റെ ഈ ഒരു വർക്ക് മുൻതഖബ് അൽ തവാരിഖിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് 1595 3 വോളിയംസ് ആണ് ഈ ഒരു വർക്കിനുള്ളത്. അതിൽ ആദ്യത്തെ വോളിയത്തില് ബാബറിനെ കുറിച്ചും ഹ്യൂമയോണിനെ കുറിച്ചിട്ടുമാണ് മെൻഷൻ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വോളിയത്തില് അതായത് അക്ബർ ചക്രവർത്തിയുടെ 1595 വരെയുള്ള ഒരു ഭരണ കാലഘട്ടത്തെ കുറിച്ചിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇതിലാണ് അക്ബറിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ റിലീജിയസ് വ്യൂസിനെ കുറിച്ചിട്ടും എല്ലാത്തിനെ കുറിച്ചിട്ടും ഒരു ക്രിട്ടിക്കൽ അക്കൗണ്ട് ആയിട്ട് മെൻഷൻ ചെയ്യുന്നത്. അക്ബർ ചക്രവർത്തിയുടെ മരണം വരെ ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മരണശേഷം ജഹാംഗീർ അധികാരത്തിലേറ്റ ആ ഒരു സമയത്താണ് ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ 3 വോളിയാണ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത്. ആ ഒരു തേർഡ് വോളിയത്തില് മുസ്ലിം റിലീജിയസ് ഫിഗേഴ്സിന്റെയും അതുപോലെ തന്നെ സ്കോളേഴ്സിന്റെയും ഫിസിഷ്യന്റെയും അതുപോലെ പോയറ്റിന്റെയും ഒക്കെ ഒരു ലൈഫും അതുപോലെ അവരുടെ ഒരു വർക്കുകളൊക്കെ കുറിച്ചിട്ടാണ് മെൻഷൻ ചെയ്യുന്നത്. ദെൻ ഈ ഒരു വർക്ക് താരിഖി ബദൗനി അതായത് ബദൗനീസ് ഹിസ്റ്ററി എന്ന് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ താരിഖി ബദൗനി എന്നുള്ള വർക്കിനെ കുറിച്ചിട്ട് ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ അത് ഈ ഒരു സെയിം വർക്കാണ്, മുൻതഖബ് അൽ തവാരിഖ് ആണെന്നുള്ളത് ഓർമ്മയിൽ വെക്കാം. നെക്സ്റ്റ് ഹിസ്റ്റോറിയൻ ആണ് സിയാവുദ്ദീൻ ബറാനി. ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഹിസ്റ്റോറിയൻ ആയിരുന്നു ഇദ്ദേഹം. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെയും അതുപോലെ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെയും കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ഉണ്ടായിരുന്നത്. താരിഖി ഫിറോസ് ഷാഹിയാണ് ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്. ബറാനിയുടെ വർക്കുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം ഒരു സോഷ്യൽ അതുപോലെ കൾച്ചറൽ ആസ്പെക്ട്സ് ഒക്കെ തന്നെ, അതായത് മിഡീവൽ ഇന്ത്യയിലെ ഇത്തരം സോഷ്യൽ കൾച്ചറൽ ആസ്പെക്റ്റുകളൊക്കെ തന്നെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. റിലീജിയൻ, കാസ്റ്റ് സിസ്റ്റം, ഹയറാർക്കി, സോഷ്യൽ ഹയറാർക്കി, അതുപോലെ സ്ത്രീകളുടെ ഒരു പൊസിഷൻ, അതിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലത്തെ സൊസൈറ്റിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വർക്കാണ് സിയാവുദ്ദീൻ ബറാനിയുടെ വർക്ക്സ്. നെക്സ്റ്റ് ഹിസ്റ്റോറിയൻ യഹിയ ബിൻ അഹമ്മദ് സിർഹിന്ദി. 15th സെഞ്ചുറിയിലെ ഒരു ഇന്ത്യൻ മുസ്ലിം ഹിസ്റ്റോറിയൻ ആയിരുന്നു ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ വർക്ക് താരിഖി മുബാറക് ഷാഹി ആണ്. പേർഷ്യൻ ലാംഗ്വേജിലുള്ള ഒരു ക്രോണിക്കിൾ ആണ് ഇത്. ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത്. സയ്യിദ് ഡൈനാസ്റ്റിയെ കുറിച്ചിട്ടാണ് ഈ ഒരു വർക്കിൽ പറയുന്നത്. ആ ഒരു ഡൈനാസ്റ്റിയുടെ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ആണ് ഈ ഒരു താരിഖി മുബാറക് ഷാഹി. ദെൻ നെക്സ്റ്റ് അബ്ദുൽ ഹമീദ് ലഹോരി. ഒരു ഇൻഡോ പേർഷ്യൻ ഹിസ്റ്റോറിയൻ ആയിരുന്നു ഇദ്ദേഹം. മുഗൾ റൂളർ ആയിട്ടുണ്ടായിരുന്ന ഷാജഹാന്റെ ഒഫീഷ്യൽ കോർട്ട് ഹിസ്റ്റോറിയൻ ആയിരുന്നു ഇദ്ദേഹം. ഷാജഹാനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ പാദ്ഷാ നാമ എന്ന വർക്കിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ദ ഹിസ്റ്റോറിയൻ ഹു ലേഡ് ദ എക്കണോമിക് പ്ലാറ്റ്ഫോം ഓഫ് ദ നാഷണൽ മൂവ്മെന്റ് വാസ് ഡാഷ്. അപ്പോൾ ആരാണ് നാഷണൽ മൂവ്മെന്റിന് ഒരു എക്കണോമിക് പ്ലാറ്റ്ഫോം
കൊണ്ടുവന്നിട്ടുള്ള ഹിസ്റ്റോറിയൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. KP ജയ്സ്വാൾ, RK മുഖർജി, GS സർദേശായി, RC ദത്ത് എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് ഉള്ളത്. വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. നമുക്ക് ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ ഡി RC ദത്ത് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. രോമേഷ് ചന്ദ്ര ദത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് വരുന്നത്. ഒരു ഇന്ത്യൻ സിവിൽ സർവന്റും അതുപോലെ എക്കണോമിക് ഹിസ്റ്റോറിയനും ആയിരുന്നു ഇദ്ദേഹം. എക്കണോമിക് നാഷണലിസത്തിന്റെ, ഇന്ത്യൻ എക്കണോമിക് നാഷണലിസത്തിന്റെ വൺ ഓഫ് ദി പ്രോമിനന്റ് പ്രൊപ്പണന്റ് ആണ് ഇദ്ദേഹം. ഫാദർ ഓഫ് എക്കണോമിക് നാഷണലിസം ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. പേര് തമ്മിൽ മാറിപ്പോരുത്, RC ദത്ത് ആണ് കേട്ടോ. ദെൻ RP ദത്ത് എന്ന് പറഞ്ഞിട്ട് വേറൊരു വ്യക്തി കൂടി ഉണ്ട്, അത് പേര് തമ്മിൽ മാറിപ്പോരുത്. ഇത് RC ദത്ത്. രോമേഷ് ചന്ദ്രദത്ത് എന്നാണ് മുഴുവൻ പേര്. ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ 1899 പ്രസിഡന്റ് ആയിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അണ്ടർ ഏർലി ബ്രിട്ടീഷ് റൂൾ 1902. അഡീഷണൽ ഇൻഫർമേഷൻസ് നമുക്ക് നോക്കാം. 4 ഓപ്ഷൻസിലെ വ്യക്തികളെയാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് പറയുന്നത് KP ജയ്സ്വാൾ. കാശി പ്രസാദ് ജയ്സ്വാൾ എന്നാണ് ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ഇദ്ദേഹം ഒരു ഇന്ത്യൻ ഹിസ്റ്റോറിയനും അതുപോലെ ഒരു ലോയറും ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഹിന്ദു പൊളിറ്റി, അതുപോലെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 150 AD to 350 AD. ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നത് 1933 ദെൻ ഹിന്ദു പൊളിറ്റി എന്ന വർക്ക് 1918 പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്കാണ്. ഇന്ത്യയുടെ ആൻഷ്യൻ പാസ്റ്റിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് റൈറ്റിംഗ്സ് നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് KP ജയ്സ്വാൾ. അതായത് ഇദ്ദേഹം ഒരു നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയൻ ആയിരുന്നു എന്നുള്ളത് ഓർക്കുക. നെക്സ്റ്റ് പറയുന്നത് RK മുഖർജി. രാധാകമൽ മുഖർജി അതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. എക്കണോമിക്സിലും അതുപോലെ തന്നെ സോഷ്യോളജിയിലും പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം. അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് ലക്നൌവിലെ വൈസ് ചാൻസലറായിട്ടും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ GS സർദേശായി. മുഴുവൻ പേര് ഗോവിന്ദ് സഖാറാം സർദേശായി എന്നാണ്. റിയാസത്കർ സർദേശായി എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ ബോംബെ പ്രസിഡൻസിയിൽ നിന്നുള്ള ഒരു ഹിസ്റ്റോറിയൻ ആയിരുന്നു ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ മറാത്തി ലാംഗ്വേജിലുള്ള ഒരു വർക്കാണ് റിയാസത്ത് എന്നുള്ളത്. ദെൻ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള മറ്റൊരു വർക്കാണ് ന്യൂ ഹിസ്റ്ററി ഓഫ് മറാത്താസ് എന്നുള്ളത്. ദെൻ RC ദത്തിനെ കുറിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എത്രയാണ് അഡീഷണൽ ഇൻഫർമേഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് എ ശൈവീറ്റ് സെയിന്റ് ഫ്രം കേരള. താഴെ തന്നിട്ടുള്ളവരിൽ ഒരു ശൈവ സന്യാസി ആരാണ്? കേരളത്തിൽ നിന്നുള്ള ശൈവ സന്യാസി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാണിക്യവാചകർ, വിരാൽമിന്ദ നായനാർ, ജ്ഞാനസമ്പന്തർ, സുന്ദരർ എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് ഉള്ളത്. നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി വിരാൽമിന്ദ നായനാർ ആണ്. സൗത്ത് ഇന്ത്യയിൽ ശൈവിസവും അതുപോലെ തന്നെ വൈഷ്ണവസവും വളരെയധികം പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പീരീഡ് ആയിരുന്നു സംഘം കാലഘട്ടം. ശൈവ സന്യാസികൾ, അതായത് ശൈവീറ്റ് സെയിന്റുകളെ നായനാർസ് എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 63 നായനാർസിന്റെ ലിസ്റ്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ 6ാമത്തേതാണ് വിരാൽമിന്ദ നായനാർ എന്നാണ് ജനറലി പറയപ്പെടുന്നത്. ദെൻ ഇദ്ദേഹം സുന്ദരറിന്റെ, അതായത് ശൈവ സന്യാസി ആയിട്ടുണ്ടായിരുന്ന സുന്ദരറിന്റെ കണ്ടംപററിയാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തോടൊപ്പം ചെയർമാൻ പെരുമാൾ നായനാർ, അതും അദ്ദേഹം കൂടിയായിരുന്നു കേരളത്തിൽ നിന്നുള്ള 2 നായനാർസ്. അഡീഷണൽ ഇൻഫർമേഷൻസ് നോക്കാം. നമ്മുടെ ഓപ്ഷൻസ് നൽകിയിട്ടുള്ള മറ്റ് വ്യക്തികളെ കൂടിയാണ് നമ്മൾ പരിഗണിക്കുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് മാണിക്യവാചകർ. മാണിക്യവാചകർ ഒരു 9th സെഞ്ചുറി തമിഴ് സെയിന്റും പോയിട്ടും ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് തിരുവാചകം. അതിൽ ശൈവ ഹിംസ്, അതായത് ശൈവ മന്ത്രങ്ങളാണ് ആ ഒരു ബുക്കിൽ മെൻഷൻ ചെയ്യുന്നത്. ദെൻ ഇദ്ദേഹം പാണ്ഡ്യ കിങ് ആയിട്ടുള്ള വരഗുണവർമ്മൻ സെക്കൻഡിന്റെ മിനിസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മധുരയിലായിരുന്നു ഇദ്ദേഹം താമസിച്ചിട്ടുണ്ടായിരുന്നത്. Then he is revered as one of the Nalvar, a set of 4 prominent Tamil saints alongside Appar, Sundarar and Sambandar. അതായത് നാൽവർ എന്നറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പ്, അതായത് തമിഴ് പോയറ്റ്സിന്റെ അല്ലെങ്കിൽ തമിഴ് സെയിന്റുകളുടെ ഒരു ഗ്രൂപ്പ് ആയിരുന്നു അത്. അതിലെ ഒരു വ്യക്തിയായിട്ട് ആദരിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് മാണിക്യവാചകർ. അതിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് വ്യക്തികളാണ് അപ്പർ, സുന്ദരർ, സമ്പന്തർ എന്നിവർ. നെക്സ്റ്റ് വരുന്നത് ജ്ഞാനസമ്പന്തറിനെ കുറിച്ചിട്ടാണ്.
അദ്ദേഹം ഒരു ശൈവ പോയറ്റും സെയിന്റുമായിരുന്നു. തമിഴ്നാട്ടിലുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. ദെൻ 7th സെഞ്ചുറിയാണ് ഇദ്ദേഹത്തിന്റെ ഒരു പീരീഡ് വരുന്നത്. അദ്ദേഹം ഒരു ബാലകവിയായിരുന്നു. 16 വർഷം മാത്രമേ അദ്ദേഹം ജീവിച്ചിരുന്നിട്ടുള്ളൂ. തേവാരം പാട്ടുകൾ ശൈവ കൃതികളിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ്. അതിലെ ആദ്യത്തെ 3 വോളിയംസ് സമ്പന്തറിന്റെ ജ്ഞാനസമ്പന്തറിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. ദെൻ നമ്മള് വിരാൽമന്ദ നായനാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു കാര്യം പറയാൻ അതിൽ വിട്ടുപോയി. വിരാൽമന്ദ നായനാറിന്റെ ലൈഫിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വർക്കാണ് പെരിയ പുരാണം. അത് സെക്യുലാറിന്റെ വർക്കാണ്. 12th സെഞ്ചുറിയിലത്തെ സെക്യുലാറിന്റെ വർക്കാണ്. അതില് 63 നായനാർസിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. വിരാൽമന്ദ നായനാറിനെ കുറിച്ചിട്ടും സ്പെഷ്യൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് സുന്ദരമൂർത്തി നായനാറാണ്. അദ്ദേഹം 8th സെഞ്ചുറിയിലെ ഒരു പോയറ്റ് സെയിന്റ് ആണ്. ഇദ്ദേഹം തമ്പിരാൻ തോഴൻ, അതായത് കോംറേഡ് ഓഫ് ലോർഡ് ശിവ എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വൻ തോഴൻ എന്നും ഇദ്ദേഹം അറിയുന്നുണ്ട്, അതായത് ആർഗ്യുമെന്റേറ്റീവ് ഫോളോവർ. ഇത്രയാണ് അഡീഷണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ഫാൾസ് റിഗാർഡിംഗ് അപ്പൻഡിക്സ്? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അപ്പൻഡിക്സുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ തെറ്റായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ, ഇറ്റ് പ്രൊവൈഡ്സ് എക്സ്ട്രാ ഇൻഫർമേഷൻ. ഓപ്ഷൻ ബി, ഇറ്റ് മേ കണ്ടെയ്ൻ ടേബിൾസ് ഓർ ഇലുസ്ട്രേഷൻസ്. ഓപ്ഷൻ സി, ഇറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ thesis. ഓപ്ഷൻ ഡി, ഇറ്റ് ഈസ് പ്രിലിമിനറി റിമാർക്സ് ഓൺ ദ thesis. ഓക്കെ, അപ്പോൾ ഇത് മെത്തഡോളജിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എല്ലാവർക്കും ആൻസർ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻസറിലേക്ക് നമുക്ക് പോവാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് അപ്പൻഡിക്സിനെ സംബന്ധിച്ചിടത്തോളം തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ഡി ആണ്. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് പ്രിലിമിനറി റിമാർക്സ് ഓൺ ദ തീസിസ് എന്നാണ്. നമുക്കറിയാം അപ്പൻഡിക്സ് ഒരു തീസിസിന്റെ അല്ലെങ്കിൽ ഒരു ഡിസർട്ടേഷൻ വർക്കിന്റെ ഏറ്റവും ലാസ്റ്റിലാണ് നമ്മൾ വെക്കുക അല്ലെ. അപ്പോൾ പ്രിലിമിനറി റിമാർക്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റിലല്ലേ വരിക. അപ്പോൾ അത് കാരണം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അഡീഷണൽ ഇൻഫർമേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ an appendix comes at the end of the report, research project or dissertation and may contain materials such as tables, figures, maps, photographs, raw data, computer program, musical examples, interview questions, sample questionnaires, CDs and many other type of materials. അപ്പോൾ നമ്മൾ ഒരു ഡെസിറ്റേഷൻ വർക്ക് തയ്യാറാക്കുമ്പോൾ അതിൽ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ തന്നെ, അതായത് ഇപ്പോൾ എന്തെങ്കിലും മാപ്പോ അല്ലെങ്കിൽ ഇല്ലുസ്ട്രേഷൻസോ ഫോട്ടോഗ്രാഫ്സോ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇന്റർവ്യൂ ക്വസ്റ്റനെയറോ അതൊക്കെ തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഈ അപ്പൻഡിക്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലാണ്. നമ്മുടെ റിസർച്ച് പേപ്പറിന്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് നമ്മൾ അപ്പൻഡിക്സ് വെക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ ഡിസ്കഷൻ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.